2008 ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് സാമ്പത്തിക മാന്ദ്യത്തിൽ തന്നെ ആയിരുന്നു. ഇന്ത്യ അതിനകത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല കമ്പനികളും കൂട്ടിക്കൊണ്ടിരിക്കുന്നു, ലേ ഓഫ് നടത്തിക്കൊണ്ടിരിക്കുന്നു, പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു എംപ്ലോയീസ്. അന്നാണ് രത്തൻ ടാറ്റ, നമ്മുടെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനമായ രത്തൻ ടാറ്റയുടെ ഡ്രീം പ്രോജക്ട്, പാവപ്പെട്ടവരുടെ കാർ എന്ന് പറഞ്ഞിട്ട് നാനോ പുറത്തിറക്കാനുള്ള പ്ലാൻ അത്ഭുതം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. പക്ഷെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് കർഷക സമരം വന്നു, പൊളിറ്റിക്കൽ സമരം വന്നു. എല്ലാം തയ്യാറെടുത്ത് വർഷങ്ങളെടുത്ത് മില്യൺസ് ഓഫ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ് രാത്രിക്ക് രാത്രി അടച്ചു പൂട്ടേണ്ട അവസ്ഥ വന്നു. സിംഗൂരിൽ നിന്നും അവിടെ നിർബന്ധിതമായിട്ട് പ്ലാന്റ് പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നു. അവിടത്തേക്ക് ആളുകൾ താമസം മാറിയിരുന്നു, എംപ്ലോയീസ് കുറെ പേർക്ക് താമസം മാറിയിരുന്നു. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ TC വാങ്ങിയിട്ട് അവിടെ ചേർത്തിരുന്നു. ഇതെല്ലാം രാത്രിക്ക് രാത്രി ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ആളുകൾ എന്ത് ചെയ്യണമെന്നറിയാത്ത സാഹചര്യത്തിലേക്ക് പോയി. എംപ്ലോയീസ്, താഴെക്കടയിലുള്ള ജോലിക്കാർ മുഴുവൻ വലിയ പ്രതിസന്ധിയിലായി. എതിരാളികൾ പറഞ്ഞു നാനോ മരിച്ചു, നാനോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. രത്തൻ ടാറ്റ പറഞ്ഞു വി വിൽ റീബിൽഡ് ഇറ്റ്. ഈ സിറ്റുവേഷനിൽ നമ്മൾ പുറകോട്ട് പോവില്ല. എന്തെല്ലാമാണോ നിങ്ങളെടുത്ത എഫേർട്ട്, ആ എഫേർട്ട് ഒരിക്കലും നഷ്ടപ്പെടില്ല, അത് ബിൽഡ് ചെയ്ത് തന്നെ പോകും. രത്തൻ ടാറ്റയുടെ ഉറപ്പിന്റെ പുറത്ത് ആളുകൾ മുഴുവൻ ജാഗരൂകമായി, എംപ്ലോയീസ് മുഴുവൻ മോട്ടിവേറ്റഡ് ആയി. എല്ലാ ദിവസവും മീറ്റിംഗ് നടത്തി. താഴെക്കുള്ള എംപ്ലോയീസിനെ മുകളിലുള്ള എക്സിക്യൂട്ടീവ്സ് മീറ്റിംഗ് നടത്തിയിട്ട് അവരുടെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേയിരുന്നു. ഉയർന്ന നിലയിലുള്ള എക്സിക്യൂട്ടീവ്സ് 16 മണിക്കൂറോളം പണിയെടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം കുറച്ചു. കാരണം താഴെക്കിടയിലുള്ള എംപ്ലോയീസിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ശമ്പളം അവർ തന്നെ സ്വമേധയാ കുറച്ചുകൊണ്ട് സാക്രിഫൈസ് ചെയ്തു. ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു. സിംഗൂരിൽ നിന്നും ഗുജറാത്തിലേക്ക് പ്ലാന്റ് മാറ്റിയപ്പോൾ അവിടെ പുതുതായിട്ട് ഹൗസിംഗ് കോളനി ഉണ്ടാക്കി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, ഹോസ്പിറ്റൽസ് ഉണ്ടാക്കി. ഇങ്ങനെ വലിയൊരു എഫോർട്ട് നടത്തപ്പോൾ അന്ന് വരെ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ഒരു അത്ഭുതം സംഭവിച്ചു. ഒരു ഫാക്ടറി റീലൊക്കേറ്റ് ചെയ്യാൻ വേണ്ട സമയത്തിന്റെ പകുതി സമയം കൊണ്ട് 14 മാസം കൊണ്ട് സിംഗൂരിൽ നിന്നും നാനോ ഫാക്ടറി ഗുജറാത്തിലേക്ക് പറിച്ചു നടപ്പെട്ടു. നാനോ ഉയർന്നു വന്നു, നാനോ പുറത്തിറക്കി. അവിടെ കൊണ്ട് തീർന്നില്ല. നാനോ മാർക്കറ്റിൽ വലിയ ചാലഞ്ച് നേരിട്ടു. പക്ഷേ 2010 ജാഗ്വാർ ഏറ്റെടുക്കാൻ ടാറ്റയെ പര്യാപ്തമാക്കിയത് നാനോ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രത്തൻ ടാറ്റ വച്ച മാനുഷിക മൂല്യങ്ങൾക്ക് വിലയായിട്ടാണ് ജാഗ്വാർ എന്ന കമ്പനി ടാറ്റയുടെ കയ്യിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായത്. മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ കേവലമായ കറൻസിയുടെ ട്രാൻസാക്ഷൻ മാത്രമല്ല, ഒരു മനസ്സും വേറൊരു മനസ്സും തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന മാനുഷിക ബന്ധങ്ങളുടെ ഉത്തുംഗതയാണ് ബിസിനസ് എന്ന് പറയുന്നത്. ഈ കഥ ഇങ്ങനെ പറയാനുള്ള കാരണം, നമ്മുടെ LTയുടെ അവസാനത്തെ മീറ്റിംഗ് ആണിത്. LT ആകാവുന്ന എല്ലാ ശ്രമങ്ങളും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. പക്ഷെ നമ്മുടെ ബിസിനസ്സിൽ എവിടെയൊക്കെയോ താളപ്പിഴകൾ ഉണ്ട്, എവിടെയൊക്കെയോ നമുക്ക് ബിസിനസ്സിൽ കുറവുകളുണ്ട്, ആർക്കെല്ലാമോ അസ്വാരസ്യങ്ങളുണ്ട്. ഇത് പറഞ്ഞു തീർക്കാൻ വേണ്ടി ഏറ്റവും മികച്ച വഴി എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുക, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നന്നാക്കുക, ബോണ്ടിങ് ഉഷാറാക്കുക. ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഇതിന്റെ ഉപോൽപ്പന്നം, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ബിസിനസ് വന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഏക വഴി. ആ വഴിയുടെ പുറകിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന LTക്ക് വലുതായിട്ട് ചെയ്യാനുണ്ടാവില്ല. നമ്മൾ തന്നെ ചെയ്തിട്ട് നമുക്ക് തന്നെ ഉയർച്ചയും വളർച്ചയും വിജയങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആവട്ടെ എന്ന് LTക്കും ആശംസിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.